നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പൊളിച്ചടുക്കി RCB GTയെ തകർത്തു. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഇതാ RCB കുതിച്ചിരിക്കുകയാണ്. കിങ് കോഹ്ലിയുടെ കിടിലൻ ഇന്നിങ്സ്, ദേവദത്ത് പടിക്കലിൻ്റെ മനോഹരമായ അർദ്ധ സെഞ്ചുറി, 2 വിക്കറ്റുകൾ പിന്നാലെ വീണെങ്കിലും കൃണാൽ പാണ്ഡ്യയും ടിം ഡേവിഡും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഇതാ തകർപ്പൻ ജയം. 7 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിൻ്റെ വിജയമാണ് RCB GTക്ക് മേൽ നേടിയിരിക്കുന്നത്. GT ആദ്യം ബാറ്റ് ചെയ്ത് സായ് സുദർശൻ്റെ സെഞ്ചുറിയുടെ ബലത്തിൽ നിശ്ചിത 20 ഓവറുകളിൽ 3 വിക്കറ്റിന് 205 റൺസ് എടുത്തപ്പോൾ 18.5 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് എത്തി RCB. GTക്ക് വേണ്ടി സായ് സുദർശൻ തന്നെയാണ് ഏറ്റവും മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തത്. അതിമനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹവും ശുഭ്മൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അതിൽ ആദ്യത്തെ 5 ഓവറൊക്കെ കഴിയുമ്പോൾ 3-4 പന്തുകൾ മാത്രമാണ് ഗില്ലിന് കിട്ടിയത്. ബാക്കിയൊക്കെ സായ് സുദർശൻ തന്നെ കളിച്ചു. 2 പേരും ചേർന്ന് 13ാമത്തെ ഓവർ വരെയുള്ള കൂട്ടുകെട്ടുണ്ടായപ്പോൾ 128 റൺസാണ് ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവരടിച്ചത്. ആദ്യം ശുഭ്മൻ ഗില്ല് പുറത്തായി. 24 പന്തിൽ 2 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 32 റൺസ് അടിച്ചു. സുയാ ശർമ്മയുടെ പന്തിൽ ദേവദത്ത് പടിക്കൽ പിടിച്ച് പുറത്താവുകയായിരുന്നു. ജോസ് ബട്ട്ലർ 16 പന്തിൽ 2 ഫോറും 1 സിക്സും അടക്കം 25 റൺസാണ് അടിച്ചത്. സായ് സുദർശൻ 58 പന്തുകൾ 11 ഫോറും 5 സിക്സറും അടക്കം 172.41 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചു. ഇതാ 2024, 2025, 2026 തുടർച്ചയായ 3 വർഷങ്ങളിൽ IPL സെഞ്ചുറി നേടിയിരിക്കുകയാണ് സായ് സുദർശൻ. കഴിഞ്ഞ ഇന്നിങ്സിൽ അത്ര മികവ് കാണിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശകരുടെ വായടപ്പിക്കുന്ന സെഞ്ചുറിയാണ് സായ് സുദർശൻ്റെ വക വന്നത്. വാഷിംഗ്ടൺ സുന്ദർ 12 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചപ്പോൾ ജെയ്സൺ ഓൾഡർ 10 പന്തിൽ നിന്ന് 23 റൺസും അടിച്ച് പുറത്താകാതെ നിൽക്കുകയുണ്ടായി. അപ്പോൾ 206 റൺസ് എന്ന വിജയലക്ഷ്യം. ആ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്തിക്കൊണ്ട് ജേക്കബ് ബെത്തലാണ് വിരാട് കോഹ്ലിക്കൊപ്പം ഓപ്പൺ ചെയ്യും. പക്ഷേ ബെത്തലിന് അത്ര വലിയ മികവിലേക്ക് പോകാൻ പറ്റിയില്ല. 3ാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങി 10 പന്തിൽ നിന്ന് 3 ഫോർ സഹായത്തോടെ 14 റൺസാണ് അദ്ദേഹം ആകെ അടിച്ചത്. ഇവിടെ ഒരു കാര്യമുണ്ട്, കിങ് കോഹ്ലിയുടെ ക്യാച്ച് അദ്ദേഹം റണ്ണൊന്നും എടുക്കാതെ നിൽക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു വാഷിംഗ്ടൺ സുന്ദർ. അത് GTക്ക് വലിയ തിരിച്ചടി. അവിടെ ക്യാപിറ്റലൈസ് ചെയ്തു കിങ് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്നുള്ള ആ കൂട്ടുകെട്ടുണ്ടല്ലോ, അത് RCBയുടെ വിജയത്തിൻ്റെ അടിത്തറവാകി. 13ാമത്തെ ഓവറിൽ ദേവദത്ത് പടിക്കൽ മടങ്ങുമ്പോഴേക്കും 141 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു RCB. റാഷിദ് ഖാൻ്റെ ഒരു കിടിലൻ പന്തിലാണ് ദേവദത്ത് പടിക്കൽ ബൗൾഡ് ആവുന്നത്. അപ്പോഴേക്കും അദ്ദേഹം 27 പന്തിൽ നിന്ന് 2 ഫോറും 6 സിക്സറും അടക്കം 203.7 സ്ട്രൈക്ക് റേറ്റിൽ 55 റൺസ് അടിച്ച് കഴിഞ്ഞിരുന്നു. കിങ് കോഹ്ലി അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്തു പോവുകയായിരുന്നു. 30 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറന്നു. പിന്നീട് അദ്ദേഹം മുന്നോട്ട് പോയി. അവിടെ ജെയ്സൺ ഓൾഡറുടെ ഒരു ഓവറിൽ ആദ്യ 2 പന്തുകൾ അദ്ദേഹം അടിക്കുന്നു സിക്സറിലേക്ക് അടിച്ച വിരാട് കോഹ്ലി പക്ഷേ തൊട്ടു പിന്നാലെ പ്ലേഡ് ഓൺ ആയിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നമ്മൾ കരുതിയതാണ്. പക്ഷേ ചേസ് മാസ്റ്റർ മടങ്ങുമ്പോഴേക്കും RCBയുടെ വിജയത്തിൻ്റെ അടിത്തറ ബലപ്പെടുത്തി കഴിഞ്ഞിരുന്നു. 44 പന്തുകൾ 8 ഫോറും 4 സിക്സും അടക്കം 184.09 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 81 റൺസാണ് അടിച്ചത്. ആ 4 സിക്സറുകളോടുകൂടി IPL ഇപ്പോൾ അദ്ദേഹം 300 സിക്സറും കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. ടോട്ടൽ 303 സിക്സറുകളായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ. ഏതായാലും പിന്നാലെ RCBക്ക് തിരിച്ചടിയായിട്ട് 2 വിക്കറ്റുകൾ പെട്ടെന്ന് വീണു. രജത് പട്ടീദാർ 5 പന്തിൽ 8 റൺസ്, മനോജ് സുഥാറിൻ്റെ പന്തിൽ വാഷിംഗ്ടൺ സുന്ദർ പിടിച്ച് പുറത്തായി. പിന്നാലെ ജിതേഷ് ശർമ്മ റാഷിദ് ഖാൻ്റെ പന്തിൽ മനോജ് സുഥാർ പിടിച്ച് പുറത്തായി. 6 പന്തിൽ നിന്ന് 10 റൺസാണ് ജിതേഷ് ശർമ്മ നേടിയത്. എന്നാൽ അത് ആ ഒരു തകർച്ച വലിയ രൂപത്തിൽ എഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കളി തീർത്തു കൃണാലും ടിം ഡേവിഡും ചേർന്നുകൊണ്ട്. 12 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സറും അടക്കം 23 റൺസുമായിട്ട് കൃണാലും, 9 പന്തിൽ നിന്ന് 1 സിക്സറിൻ്റെ സഹായത്തോടെ 10 റൺസുമായിട്ട് ടിം ഡേവിഡും പുറത്താകാതെ നിന്നപ്പോൾ 7 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിൻ്റെ വിജയമാണ് RCB സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടുകൂടി RCB ഇപ്പോൾ 7 കളികളിൽ നിന്ന് 10 പോയിന്റോടെ IPL പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.